താങ്കളെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെയും രണ്ട് വാക്കുകൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. മദ്രാസിലെ മോൻ എന്നുള്ളൊരു ചെല്ലപ്പേര്. ഒരുപക്ഷെ താങ്കൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം അത്. ഒരു സമയത്ത് മദ്രാസിലെ മോൻ എന്നുള്ള പേരിൽ ഒരു ചലച്ചിത്രം, താങ്കളുടെ ജീവിതകഥ, ഏറെക്കുറെ താങ്കളുടെ ജീവിതകഥ പ്രസിദ്ധീകൃതമായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും അങ്ങനെ പൂർണ്ണമായിട്ട് വിസ്മരിക്കാൻ കഴിയുമോ? ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ നാളുകൾ? മദ്രാസിലെ മോൻ എന്ന ചലച്ചിത്രം നിർമ്മിക്കാനിടയായത് ഞാനും എൻ്റെ 3 കൂട്ടുകാരും ഉൾപ്പെട്ട കരിക്കിൻവില്ല കൊലക്കേസിൻ്റെ ആ സംഭവമാണ്. സാധാരണ എല്ലാ ചലച്ചിത്ര നിർമ്മാതാക്കളും ചെയ്യുന്നത് പോലെ സമൂഹത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചില സെൻസേഷണലായിട്ടുള്ള കേസുകളെ ആസ്പദമാക്കിയാണ് പല ചലച്ചിത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ സംഭവവും ചലച്ചിത്രമാക്കുവാൻ തിരുവല്ലയിലെ തന്നെ ഒരു വ്യവസായി മുന്നോട്ട് വരികയും അദ്ദേഹം ആ ചലച്ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ സാഹചര്യം. വളരെ സൗഹൃദപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും ഈ മദ്രാസിലെ മോൻ എന്നുള്ള ആ വിളിപ്പേര്, ആ ചെല്ലപ്പേര് ഒരു കാലത്ത് മലയാളികൾ മനസ്സിലൊരു ഭീതി കോരിയിട്ട ഒരു പദമാണ്. അത് നമുക്കതിലേക്ക് തിരികെ വരാം. താങ്കളുടെ ജീവിതത്തിലെ ബാല്യ കൗമാരങ്ങൾ കൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ? ഈ കോട്ടയം പട്ടണത്തിന് എൻ്റെ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു പ്രദേശമാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് കാലഘട്ടം ചെലവഴിച്ചത് കോട്ടയം ടൗണിലാണ്. CMS ഹൈസ്കൂൾ, CMS പ്രൈമറി സ്കൂൾ, CMS ഹൈസ്കൂൾ, കോട്ടയം MT സ്കൂൾ, നാട്ടകം ഗവൺമെൻറ് കോളേജ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ഒരു വിദ്യാർത്ഥിയായി ജീവിച്ച കാലം എൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൗമാരപ്രായത്തിൽ ഞാൻ കോട്ടയത്ത് CSI കത്തീഡ്രലിൽ ഞങ്ങളുടെ കുടുംബം അംഗങ്ങളായിരിക്കുന്ന സമയത്ത് ആ CSI കത്തീഡ്രലിലെ സൺഡേ സ്കൂളിലും അവിടുത്തെ ക്വയറിലുമൊക്കെ ഭാഗമായി തീരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലം ഏകദേശം 9th ഗ്രേഡ് വരെ ഞാൻ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ 9th ഗ്രേഡ് ആയപ്പോൾ എൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായ ദിശയിലേക്ക് മാറുവാനിടയായി. മാതാപിതാക്കളെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? അവരെന്തായിരുന്നു? അവരുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? എൻ്റെ പിതാവ് കോട്ടയം ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂളിൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ആ ജോലിയിലിരിക്കുന്ന കാലയളവിലാണ് അദ്ദേഹത്തിന് പൂർണ്ണസമയ സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഒരു വിളി ഉണ്ടാകുകയും അങ്ങനെ അദ്ദേഹം തൻ്റെ ജോലി രാജിവെച്ച് എവറി ഹോം ക്രൂസേഡ് എന്ന ക്രിസ്തീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക വ്യക്തികളിൽ ഒരാളായി തീരുകയും ചെയ്തു. അങ്ങനെ ആ സുവിശേഷ പ്രസ്ഥാനത്തിൽ അദ്ദേഹം 1987 വരെ തുടർന്നു എന്നാണ് എൻ്റെ ഓർമ്മ ശരി. മാതാവ് ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. മാതാവ്, ഞങ്ങൾ 8 മക്കളാണ്, 7 ആണും 1 പെണ്ണും. അപ്പോൾ ഞങ്ങളുടെ മാതാവിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. എൻ്റെ മാതാവ് വളരെ ത്യാഗിനിയായ ഒരു മാതാവായിരുന്നു. ഞങ്ങളെ 8 മക്കളെയും വളർത്തി പിതാവിൻ്റെ സുവിശേഷ പ്രസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു. എൻ്റെ മാതാവിനെ പോലൊരു മാതാവിനെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. താങ്കളുടെ തന്നെ മറുപടിയിൽ താങ്കളൊരു ക്രിസ്തീയ പൈതൃകത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ മാതാപിതാക്കന്മാരുടെ ക്രിസ്തീയ ബോധ്യത്തിൽ നിന്നും എപ്പോഴാണ് ഒരു വഴിമാറ്റം ഉണ്ടായത്? ട്രാക്ക് തെന്നി പോയത് എപ്പോഴാണ്? അതിൻ്റെ കാരണം എനിക്ക് ചില സ്വഭാവ
വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഒരു റിബലായി തീർന്നത്. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് വളരെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഞാൻ ചെറുപ്രായത്തിൽ തന്നെ പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒക്കെ അഭ്യസിക്കുകയും അപ്പം അതിനൊക്കെ പണം ആവശ്യമായി വന്നപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ പിതാവിൻ്റെ പേഴ്സിൽ നിന്നുമൊക്കെ അന്നത്തെ കാലത്ത് 4 അണ എന്നാണ് പറയുന്നത്, 25 പൈസയ്ക്ക് അതൊക്കെ എടുത്തു തുടങ്ങിയ ആ സ്വഭാവം പിന്നീട് അത് കൂടുതലായി തീരുകയും അങ്ങനെ കുടുംബത്തിൽ അതൊരു വലിയൊരു പ്രശ്നമായി തീരുകയും ഞാനൊരു ഒരു 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 പ്രത്യേക സ്വഭാവ വിശേഷത്തിലേക്ക് ഞാൻ നീങ്ങുകയും ചെയ്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെയാണ് ഈ റിബൽ പാതയിലേക്ക് വരാനിടയാകുന്നത്. എൻ്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയ മാതാപിതാക്കൾ എന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. എന്നാൽ അതൊന്നും എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. അതിനെയെല്ലാം ഞാൻ വളരെ മത്സരബുദ്ധിയോട് കാണുകയും അവരെ കൂടുതലായി ഞാൻ ദുഃഖിപ്പിക്കുകയും ജീവിതത്തിൽ യാതൊരു മാറ്റമില്ലാത്ത രീതിയിൽ ഞാൻ തുടരുകയും ചെയ്തു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടുവെങ്കിലും ക്രിസ്തുവുമായി സജീവമായ ഒരു ബന്ധം താങ്കൾക്കുണ്ടായിരുന്നില്ല. ഒരിക്കലും എനിക്ക് ആ ഒരു സീരിയസ് ആയിട്ടുള്ള ആ ഒരു ചിന്ത, ഒരിക്കലും ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തുടക്കത്തിൽ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു വലിയ ക്രിമിനൽ സംഭവത്തിൻ്റെ ചുരുളഴിക്കുവാൻ കാരണമായൊരു പദപ്രയോഗമായിരുന്നു മദ്രാസിലെ മോൻ എന്നുള്ള പദപ്രയോഗം. കോട്ടയംകാരനായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. കോട്ടയംകാരനായിരുന്നു താങ്കൾ എങ്ങനെയാണ് മദ്രാസിലെത്തിയത്? അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം ഒന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കൾ എവരി ഹോം ക്രൂസേഡിനോടുള്ള ബന്ധത്തിൽ മദ്രാസിലായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസാനന്തരം വിദ്യാഭ്യാസമൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അങ്ങനെ ഞാനിവിടെ നിന്നും മദ്രാസിലെത്തി എൻ്റെ മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ മദ്രാസിലെ മോനെന്നുള്ള പേര് പിൽക്കാലത്തുണ്ടാകുവാനുള്ള കാരണം. കോട്ടയത്തു നേരെ മദ്രാസിലേക്ക് പോവുകയായിരുന്നു അതോ? കോട്ടയത്തു നിന്നാണ് മദ്രാസിലേക്ക് പോയത്. യെസ്, കറക്റ്റ്. അപ്പം ബന്ധുജനങ്ങളുടെ ഇടയിൽ പൊതുവെ മദ്രാസിലെ കുടുംബം, മദ്രാസിലെ മകൻ എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ ഒരു പദപ്രയോഗം ഒരിക്കൽ മാത്രം ഒരു വ്യക്തിയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു പദപ്രയോഗമാണ്. കാരണം കരിക്കൻമേലയിലെ ജോലിക്കാരിയായ ഗൗരിയമ്മ അവിടുത്തെ റേച്ചൽ ആൻറ്റിയോട് ചോദിച്ചു, ആരാ ആൻറ്റി വന്നതെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഗൗരിയമ്മയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം ആൻറ്റി റേച്ചൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ച ഒരു പദമാണ് അത്. മദ്രാസിലെ മോനും കൂട്ടുകാരുമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പദം പ്രസിദ്ധമാകുവാനിടയായത്. കൗമാരകാല ആരംഭത്തിൽ തന്നെ ഈ ലഹരി പദാർത്ഥം സമൃദ്ധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് താങ്കൾ സൂചിപ്പിച്ചു. ക്രമേണ അതിൻ്റെ തോത് കൂടി വന്നു അല്ലേ? അപ്പോൾ അതെന്ത് തരം മാറ്റമാണ് താങ്കളുടെ ജീവിതത്തിൽ വരുത്തിയത്? എന്ത് നിഷേധാത്മകമായ സമീപനമാണ് താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്? എന്തൊക്കെ പ്രശ്നങ്ങൾ അതിന് വഴിമരുന്നിട്ടു? മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ അത് അവരുടെ ജീവിതത്തെ അത് പൂർണ്ണമായും അത് സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ കാര്യം. അങ്ങനെ എൻ്റെ ജീവിതത്തിലും ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയം തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുവാനും അതിൻ്റെ അകത്തൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഒരു രീതിയിലേക്ക് വന്നില്ലെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു പരിചയം എനിക്കുണ്ടായിരുന്നു. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ വിധേയരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇത് നിർത്താം, എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്നൊക്കെ പറയാറുണ്ട്. അത് അത്രത്തോളം പ്രായോഗികമാണോ? അങ്ങനെ നിർത്താൻ സാധിക്കുമോ? അതോ ഒരു അടിമയായി പോകുന്ന രീതി ഉണ്ടാകാറുണ്ടോ സാധാരണ? അങ്ങനെ ഒരു അഡിക്റ്റിനും അവരുടെ ആ ആസക്തിയിൽ നിന്നും സ്വയമായി പിന്മാറുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു പക്ഷേ അവരതിനാഗ്രഹിച്ച് അതിന് ശ്രമിച്ചാൽ തന്നെ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ മാത്രമേ അത് നീണ്ടു നിൽക്കുകയുള്ളൂ. വീണ്ടും അതിലേക്ക് തന്നെ
തിരികെ പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. താങ്കളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞു, പക്ഷേ അപ്പോൾ തന്നെ പല കാര്യങ്ങളിലും റിബലായിരുന്നു. അപ്പോൾ ആ റിബൽനെസ് നേച്ചറോടൊപ്പം തന്നെ ഈ മദ്യവും മയക്കുമരുന്നും കൂടെ അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടുവാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? കൂടുതൽ വഷളത്വത്തിലേക്ക് പോകാൻ അവസരമായി തീർന്നിട്ടുണ്ടോ അത്? യഥാർത്ഥത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കറക്റ്റ് ചെയ്ത രീതി എനിക്കിഷ്ടമില്ലായിരുന്നെങ്കിലും അവർ തെറ്റുകാരല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ചെയ്യുന്നത് തികച്ചും മോശമായ തെറ്റായ കാര്യമാണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആ ശക്തമായ നീരാളിപ്പിടുത്തത്തിൽ ഞാൻ പതിയെ അമർന്നു പോവുകയും അങ്ങനെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുമാണ്. മോചനം നേടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മേലെ എത്തുകയാണല്ലേ? മോചനം നേടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, കാരണം ഞാൻ അതിനെ ആസ്വദിക്കുകയായിരുന്നു. സാധാരണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ പറയും ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവർക്ക് അത് ചിലർ ആസ്വദിക്കും, ചിലർക്കത് അരോചകമായി തീരും. അങ്ങനെ അരോചകമായി ഭയങ്കരമായ സൈഡ് എഫക്ട്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർ അവർ അത് സ്വയമേ നിർത്തുവാൻ നിർബന്ധിതരായിത്തീരും. എന്നാൽ മറുഭാഗം അവർ ഇതിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള ആ ഉത്തേജകം, അവരുടെ ഡൊപാമിൻ അത് കൂടുമ്പോൾ അവർക്ക് വളരെ ആക്റ്റീവായിട്ട് അവർക്ക് തോന്നും. അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർ വളരെ മിടുക്കന്മാരാണെന്നും ആക്റ്റീവാണെന്നും അവർക്ക് തോന്നുന്നതായിട്ടുള്ള ഒരു ചിന്തയുണ്ടാകും. അവരത് എൻജോയ് ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനെയാണ് അവരതിൽ തുടർന്ന് പോകുന്നത്. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ ഈ ഉത്തേജനം കൊടുക്കുന്ന ഈ മയക്കുമരുന്നും മദ്യവും മറ്റൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുകയും അവർ അതിൻ്റെ വേറൊരു അവസ്ഥയിലേക്ക് ആയിത്തീരുകയും ചെയ്യും. ഞാൻ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ആസക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ചോദിച്ചതിന് കാരണം, താങ്കളുടെ ആസക്തി വർദ്ധിച്ചു വന്ന് ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി വളരെ മോശപ്പെട്ട പല കാര്യങ്ങളും, മോഷണം ഉൾപ്പെടെ പല കാര്യങ്ങളിലും വ്യാപൃതനായി തീർന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അതങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾ മിഷണറിമാരായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു കാരണവശാലും എൻ്റെ ഈ സ്വഭാവത്തെ സപ്പോർട്ട് ചെയ്യുവാനുള്ള, സാമ്പത്തിക സഹായം ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മയക്കുമരുന്നും മദ്യവും ലഭിക്കുവാൻ വേണ്ടി പണം കണ്ടെത്തേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് ഞാൻ അതിനുവേണ്ടി കുറുക്ക് വഴികൾ കണ്ടുപിടിക്കുകയും അങ്ങനെ പലതരത്തിൽ ഞാൻ പണമുണ്ടാക്കുവാനായിട്ട് ശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോയാണ് ഒടുവിൽ ഈ കരിക്കൻ വില്ല സംഭവത്തിൽ വന്ന് കലാശിച്ചത്. നമുക്ക് അവിടേക്ക് തന്നെ വരാം. ഈ തിരുവല്ലയിലെ കരിക്കൻ വില്ലയിലെ ജോർജ്, റേച്ചൽ, ആൻറ്റി അവരെങ്ങനെയാണ് താങ്കളുടെ ടാർഗറ്റായിട്ട് മാറുന്നത്? 1980 ഒക്ടോബർ 6 അല്ലേ? അന്നാണ് അതെ ഭീകരമായ സംഭവം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അവരുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായി വരുന്നത്? കരിക്കൻ വില്ലയിൽ ഞാൻ ആകെപ്പാടെ 3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഈ സംഭവം ഉൾപ്പെടെ 3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ജീവനോടിരിക്കുന്ന സമയം അദ്ദേഹത്തോടൊപ്പം ഞാൻ ഈ ഭവനത്തിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. കുഞ്ഞുനാളിൽ, എൻ്റെ കൗമാരപ്രായത്തിൽ. ആ സമയത്ത് ഞാൻ ഈ അങ്കിളിനെയും ആൻറ്റിയെയും കണ്ടിട്ടുള്ളത് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി വളരെ സ്വർണ്ണഭ്രമമുള്ള വ്യക്തികളായിരുന്നു. അവർ എപ്പോഴും വലിയ സ്വർണ്ണ ചെയിനുകൾ ഇടുന്നവരും ആഭരണം ഉപയോഗിക്കുന്നവരും, അതവരൊരു പ്രത്യേകതയായിരുന്നു. അപ്പം അവരെക്കുറിച്ച് ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഒത്തിരി സ്വർണ്ണമുണ്ടെന്നുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിൽ വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കരിക്കൻ വില്ലയിൽ പോയി അവരെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള യാതൊരു ചിന്തയും മദ്രാസിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ ഇല്ലായിരുന്നു. നിങ്ങൾ മദ്രാസിൽ നിന്ന് വന്നത് തന്നെ ഒരു മോഷ്ടിച്ച കാറിലായിരുന്നു? അതെ, ഞാൻ ഉപയോഗിച്ചിരുന്ന കാർ ഒരു മോഷ്ടിച്ച കാറായിരുന്നു. അതിലാണ് വന്നത്. നിങ്ങൾ 4 പേർ? ഞങ്ങൾ 4 പേർ. അവരുടെ പേരുകളൊന്ന് പറയാമോ? അത് കിബിലോ ഡാനിയൽ എന്ന വ്യക്തി, കെനിയാക്കാരൻ.
ഗുണശേഖരൻ മലേഷ്യക്കാരൻ, ഗുലാം മുഹമ്മദ് മൗറീഷ്യസുകാരൻ. ഇവർ 3 പേരും അവരുടെ രാജ്യങ്ങളിൽ നിന്നും പഠനത്തിനായി മദ്രാസിൽ വന്നവരാണ്. ഞാൻ ഈ കാലയളവിൽ എൻ്റെ ഭവനത്തിൽ നിന്നും മാറിപ്പോയി ഒറ്റയ്ക്ക് മദ്രാസിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ ഈ കൂട്ടുകാരുമായിട്ട് ഒന്നു ചേരുവാനും ഞങ്ങൾ ഒരുമിച്ച് ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ഒരു ഗ്യാങ് ആയിരുന്നു. ഗാങ്സ്റ്റേഴ്സ് ഒന്നും അല്ലായിരുന്നു. അവർ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ താമസിക്കുന്ന മുറിയും ഞാൻ താമസിക്കുന്ന മുറിയും എല്ലാം അടുത്തടുത്ത മുറികളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി. ഞങ്ങൾ 4 പേരുടെയും ഇൻട്രസ്റ്റ് ഡ്രഗ്സിലും മ്യൂസിക്കിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സമാന സ്വഭാവക്കാരായിരുന്നുകൊണ്ട് ഒന്നിച്ചുകൂടി. അങ്ങനെയാണ് ഞങ്ങളുടെ തിരുവല്ലയിലെത്തി. അങ്ങനെയാണ് ആ കാലയളവിൽ ഈ കൂട്ടുകാർക്ക് 3 പേർക്കും അവരുടെ വീട്ടിൽ നിന്നും അവരുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള പണം അയക്കും. എനിക്ക് മറ്റ് റിസോഴ്സൊന്നുമില്ല. ഞാനവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറുക്കുവഴികളൊക്കെ നോക്കി എന്തെങ്കിലും എൻ്റെ ആവശ്യത്തിന് പണം കണ്ടെത്തുന്ന എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ മാറി താമസിക്കുകയാണ്. മാതാപിതാക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ. അവർ അന്ന് ഡൽഹിയിലാണ്. എൻ്റെ മാതാപിതാക്കൾ ആ സമയത്ത് ഡൽഹിയിൽ താമസിച്ച് എബ്രഹാം ക്രൂസൈഡിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന കാലയളവാണ്. ഞാൻ മദ്രാസിൽ താമസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ പണമൊക്കെ മാസത്തിൻ്റെ ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേക്കും അത് ഞങ്ങൾ 4 പേരും കൂടെ തീർക്കും. അപ്പോൾ എനിക്കും അതിൻ്റെ അകത്തൊരു പങ്ക് കിട്ടും. അപ്പോൾ ഞാനിതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് കൂട്ടുകാർക്കും പിന്നീടുള്ള ചിലവൊക്കെ ഞാൻ നടത്തി കൊടുക്കണം. അങ്ങനെ ആ കൂട്ടുകാരുടെ ഒരു ലീഡർ എന്നുള്ള ഒരു സ്ഥാനത്താണ് അവരെന്നെ കണ്ടത്. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി 4 പേർക്കും ഭക്ഷണം കഴിക്കാനും ലോഡ്ജിൻ്റെ വാടക കൊടുക്കാനും വാഹനത്തിന് പെട്രോൾ അടിക്കാനും ഒക്കെ ഉള്ള ഒരുതരം പോഷ് ലൈഫ് ആയിരുന്നു ആ സമയത്തല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ മോഡേൺ ഷൂസും ഒക്കെ വാങ്ങി. അതെ. അവർ വിദേശികളായതുകൊണ്ട് അവർ വരുമ്പോൾ അവർ വിദേശ വസ്തുക്കളുമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. പിന്നെ താങ്കൾ പറഞ്ഞു ഒരു കൊലപാതക ലക്ഷ്യത്തോടുകൂടി അല്ല കരിക്കൻവില്ല വീട്ടിലേക്ക് പോയത്. അതെ. പക്ഷെ എങ്ങനെയാണ് കാര്യങ്ങൾ മറ്റൊരു അപ്രതീക്ഷിതമായ ട്രാക്കിലേക്ക് എത്തിച്ചേർന്നത്? അത് വളരെ വിചിത്രമായ ഒരു 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 ട്വിസ്റ്റായിരുന്നു അത്. കാരണം എൻ്റെ യഥാർത്ഥ പ്ലാൻ എൻ്റെ സ്വന്തം ഗ്രാൻഡ് ഫാദറിൻ്റെ എൻ്റെ അമ്മാച്ചൻ്റെ വീട് ഒരു കുമ്പളാംപോയി എന്ന സ്ഥലത്തുണ്ട്. അവിടെ കുറേ വാല്യുബിൾസൊക്കെ ഉണ്ട്. അത് പോയി അവിടെ ആരും താമസമില്ല. അത് ഹൗസ് ബ്രേക്ക് ചെയ്ത് അതെടുത്തിട്ട് അത് പണമാക്കാനുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. പിന്നെ ഞാൻ വിചാരിച്ചത് അത് ശരിയാകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭവനത്തിൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, അവിടെ പോയാൽ അവിടെ ധാരാളം സ്വർണം കാണാൻ സാധ്യതയുണ്ട്, നമുക്ക് ആ വീട് റോബ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരും 24 മണിക്കൂറും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനത്തിലായതുകൊണ്ട് ഞങ്ങളുടെ ബോധാവസ്ഥയിലല്ലായിരുന്നു, എപ്പോഴും ഒരു ഹൈ അവസ്ഥയിലായിരുന്നുകൊണ്ട് കൂട്ടുകാർ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. അവർ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ ചെലവിനുള്ള പണം വേണമെന്നുള്ള മറ്റ് യാതൊരു കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലല്ലായിരുന്നു അവർ. ഞാൻ എന്ത് പറയുന്നോ, ഞാനാണല്ലോ അവരെ കാറെ കയറ്റി കേരളം വരെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അവർ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യെസ് ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്ക് ചെയ്യാം. അങ്ങനെ അതിൻ്റെ വരുംവരായ്മകളൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ 4 പേരും കൂടെ, ഞങ്ങൾ ഈ കോട്ടയത്തു നിന്നാണ് യാത്ര ചെയ്ത് തിരുവല്ലയിലേക്ക് പോയത്. തിരുവല്ലയിൽ പോയി ആ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് മറ്റ് കരുതിക്കുട്ടിയുള്ള ഒരു പരിപാടികളും ഒന്നും ആസൂത്രണം ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് സംഭവിച്ചതാണ്. അങ്ങനെയാണ് ആ ദാരുണമായ ആ കൊലപാതകത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചതെങ്കിലും 2 മനുഷ്യജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വളരെ കിരാതമായ ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തു. എന്നിട്ട് നിങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് നാട് വിട്ടു, രക്ഷപ്പെട്ടു. പക്ഷേ ഒടുവിൽ പോലീസിന് പിടിയിലായി. അതെങ്ങനെയാണ് പോലീസുകാർക്ക് നിങ്ങളെ പിടിക്കാൻ അവസരം ഉണ്ടായത്? അത് ഈ മദ്രാസിലെ മോനെന്നുള്ള ആ ഒരൊറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മദ്രാസിൽ പോവുകയും കരിക്കൻമേലയിലെ അങ്കിളുടെയും ആൻറ്റിയുടെയും ബന്ധത്തിലുള്ള എല്ലാ
വീടുകളിലും പോയി വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അറിവ് ഇങ്ങനെയൊരു ഫാമിലിയിലെ ഇങ്ങനെയൊരു മകനുണ്ട്, അവനിവിടെ മദ്രാസിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ അവർ ഞാൻ താമസിച്ചിരുന്ന ആ ലോഡ്ജിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള തുമ്പ് കിട്ടി. ഞങ്ങൾ കുറേ ദിവസം അവിടെ ഇല്ലായിരുന്നെന്നും ഞാൻ ഉപയോഗിക്കുന്ന കാർ ഒരു വെള്ള അംബാസഡർ കാറാണെന്നും ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു മുറിവ് കെട്ടും ബാൻഡേജൊക്കെ ആയിട്ടാണ് വന്നതെന്നൊക്കെ ഉള്ള ഈ അത്യാഹിതത്തിനിടയിൽ സംഭവിച്ചതാണോ ആ മുറിവ്? അതെ, ഈ കരിക്കൻപില്ലയിലെ ആ സംഭവത്തിൽ സംഭവിച്ച ഒരു മുറിവായിരുന്നു. അങ്ങനെ പോലീസുകാർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടി. അവർ ഞങ്ങളെ അവിടെ ഞങ്ങളെ 3 പേരെ കിട്ടിയുള്ളൂ. 4ാമത്തെ പ്രതിയായ കിബിലോ ഇതിനിടയ്ക്ക് ഡൽഹിയിലേക്ക് പോയി അവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഞങ്ങൾ 3 പേരും, ഞാനും മലേഷ്യക്കാരൻ ഗുണശേഖരനും മൊറീഷ്യസുകാരൻ ഗുലാം മുഹമ്മദും പോലീസ് കസ്റ്റഡിയിലായി. ഈ കൊലപാതകം നടന്നത് എനിക്ക് തോന്നുന്നു കൃത്യം 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അറസ്റ്റിലായി. അതെ, 6-ാം തീയതി സംഭവം നടക്കുന്നു. 16-ാം തീയതി ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്രാസിൽ വെച്ച്. കുറേ കാലത്തിന് ശേഷമാണ് വിധിയൊക്കെ അന്തിമമായിട്ട് വരുന്നത്. അതെ. അപ്പോൾ ജഡ്ജി പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ കിരാതമായൊരു കൊലപാതകം നടത്തിയ വ്യക്തികൾ എന്നുള്ള നിലയിൽ ജീവപര്യന്തം എന്നുള്ളതല്ല, തൂക്കിക്കൊല തന്നെ കിട്ടേണ്ടതാണ്. അതെ. ജഡ്ജി പറഞ്ഞ വാചകം ഒന്ന് പറയാമോ? വിധിന്യായത്തിൻ്റെ പ്രസക്തമായ ഭാഗം ഇപ്രകാരമായിരുന്നു: ഈ കുറ്റവാളികൾ ചെയ്ത തെറ്റ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് അർഹമാണ്. എങ്കിലും ഇവരുടെ പ്രായക്കുറവും മറ്റു പശ്ചാത്തലങ്ങളും പരിഗണിച്ച് ഇവർക്ക് IPC 302 ജീവപര്യന്തം ശിക്ഷ നൽകുന്നുവെന്നായിരുന്നു. അന്ന് താങ്കൾക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? എനിക്ക് 28 വയസ്സ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ജയിലിലായി, തിരുവനന്തപുരം ജയിൽ അല്ലേ? അതെ, പൂജപ്പുര. യെസ്. ഓക്കെ. ഈ ജയിലിലെ അനുഭവങ്ങൾ, ഒരു വ്യക്തിയെ ജയിലിൽ പോകുമ്പോൾ എന്തിനു നമ്മൾ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്, അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. ധാരാളം അനുഭവങ്ങൾ കൈവരിച്ചിട്ടുണ്ടാകുമല്ലോ അവിടെ. തീർച്ചയായും. ആ കാര്യങ്ങളൊന്ന് പറയാമോ? എന്തായിരുന്നു ജയിൽ അനുഭവങ്ങൾ? ഞാൻ മാവേലിക്കര സബ് ജയിലിലും കോട്ടയം സബ് ജയിലിലും എൻ്റെ ജുഡീഷ്യൽ കാലാവധി സമയത്ത് ചെലവഴിച്ചു. ആ സമയത്ത് ഈ മദ്രാസിലെ മോൻ എന്നുള്ള സിനിമ നിർമ്മിച്ച സിനിമാ നിർമ്മാതാവ് ഞങ്ങൾക്ക് കുറേ പണമെല്ലാം തന്നുകൊണ്ട് ആ പണത്തിൻ്റെ സ്വാധീനത്തിൽ വളരെ ലാവിഷായിട്ട് കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഹീറോ ആയിരുന്നു. പണമുള്ളവർ എപ്പോഴും ഹീറോകളാണല്ലോ. അങ്ങനെ അവിടെയും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കി അങ്ങനെ ജീവിക്കുകയായിരുന്നു ജയിലിൽ, സബ് ജയിലുകളിൽ. അപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരു കറക്റ്റീവ് മെഷേഴ്സ് അങ്ങനെ തിരികെ വരാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ലേ? പൊതുവേ പറഞ്ഞാൽ കൂടുതൽ വഷളത്തരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ അവിടെ ഉള്ളത്? ഒരു ജയിലിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുറ്റവാളിയെ തിരികെ അവന് മാനസാന്തരം ഉണ്ടാക്കി അവനെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ നിരപരാധിയായി അവിടെ പോകുന്ന ആളുകൾ പോലും മറ്റു കുറ്റവാളികളുടെ സഹവർത്തിത്വം മൂലം കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടാവാം. അങ്ങനെ പുതിയ തന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയും സംഭവിക്കാറുണ്ട്, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇടയ്ക്ക് താങ്കൾ പരോളിലിറങ്ങി. അപ്പോഴാണല്ലോ ഒരു 180 ഡിഗ്രി ടേണിംഗ് ഒക്കെ ലൈഫിലുണ്ടാകുന്നത്. ഒന്നിലേറെ തവണ പരോളിലിറങ്ങി ഒരു ഘട്ടത്തിൽ. ആ പരോളിലിറങ്ങിയ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ എൻ്റെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവിടെ കഴിയുമ്പോൾ 8ാമത്തെ മാസം 1982 ജനുവരി മാസം 1-ാം തീയതിയാണ് ഞങ്ങളെ കോട്ടയം സെഷൻസ് കോടതി അന്നത്തെ ജഡ്ജായിരുന്ന സെഷൻസ് ജഡ്ജി ബഹുമാനപ്പെട്ട ജഡ്ജി K. ശ്രീധരൻ ശിക്ഷിച്ചത്. അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആയിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. നല്ല സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികളെ ഒതുക്കാൻ വേണ്ടി അവിടുത്തെ കുറേ ഉദ്യോഗസ്ഥന്മാർ, ഒരു 10-20-ൽ കൂടി 10-30ഓളം ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെ 4 പേരെയും ഭയങ്കരമായി അവർ കൈകാര്യം ചെയ്തു. ഉരുട്ടുകയൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? അല്ല, അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഞങ്ങൾ 4 പേരും. ഈ 20-30 പേരുടെ ഇടയ്ക്ക് ഭയങ്കരമായ മർദ്ദനത്തിന് വിധേയരായി. ആ സമയത്ത് ഉച്ചയ്ക്ക്
മറ്റ് തടവുകാർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ആ ജയിലിൻ്റെ റോഡിൽ കൂടി ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ ഈ സംഭവം നടക്കുന്നത്. ഞാൻ പിന്നീട് കേട്ടു പല തടവുകാരും അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവർ കളഞ്ഞിട്ട് അവർ ഈ ഞങ്ങൾ 4 പേരും ഭയങ്കര ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഭയങ്കരമായ മർദ്ദനമായിരുന്നു. അങ്ങനെ ഞങ്ങളെ മർദ്ദിച്ച് അവശരാക്കി കൊണ്ടുപോയി ആ ജയിലിലെ ഒരു 8ാം ഘട്ടമെന്ന് പറയും, അത് ഈ പുതിയ അഡ്മിഷൻ പ്രതികൾ വരുമ്പോൾ കൊണ്ടിടുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി ഇട്ടു. പിന്നെ അവിടെ കിടക്കുമ്പോഴും എന്നെ ചില ഉദ്യോഗസ്ഥന്മാർ സെല്ലിൽ നിന്നും പുറത്തിറക്കി എന്നെ കാര്യമായിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെ ഒരു വല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ലാൻഡ് ചെയ്യുന്നവരെ ഞങ്ങൾക്ക് യാതൊരു മർദ്ദനവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സബ് ജയിലിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സെൻട്രൽ ജയിലിൽ ചെന്നപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ആകെപ്പാടെ ഭയങ്കരമായി തകർന്നു പോയി. അപ്പോൾ ഈ പരോളിൽ ഇറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് വേണമെങ്കിൽ കരുതാം ആ ഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ ഉദ്ദേശം പരോളിലിറങ്ങി എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായിരുന്നു. അതായത് എൻ്റെ പ്ലാൻ എപ്പോഴും പണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. എന്തെങ്കിലും ചെയ്ത് പണം ഉണ്ടാക്കുക. എന്തെങ്കിലും സബ് ജയിലിൽ കിടക്കുമ്പോൾ ഒത്തിരി കുപ്രസിദ്ധരായിട്ടുള്ള കുറ്റവാളികളെ അവിടെ വെച്ച് കണ്ടുമുട്ടി. ചെയ്ത് കൂട്ടിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊരു അനുതാപമോ മാനസാന്തരമൊന്നുമില്ല. യാതൊരു ചിന്തയുമില്ല. ജീവിതം ആസ്വദിക്കണം, പണം ഉണ്ടാക്കണം, അതല്ലാതെ വേറെ ഒരു ചിന്തയുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അന്ന് ആദ്യത്തെ 8ാം മാസത്തിൽ പരോളിൽ ഇറങ്ങി വന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പരോളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പരോളിലിറങ്ങി 1 മാസം. അപ്പം ഈ സിനിമാ നിർമ്മാതാവ് തന്ന കുറേ കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഭാഗമൊക്കെ ചിലവഴിച്ച് ലാവിഷായിട്ട് കുറേ ദിവസങ്ങൾ ചിലവാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പം, എൻ്റെ പരിപാടി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ജയിലിലേക്ക് പോയി. ഒരു തവണ ഒരു ബാങ്ക് റോബറി എന്നുള്ള ലക്ഷ്യത്തോടുകൂടി താങ്കൾ പരോളിൽ ഇറങ്ങിയിരുന്നു. അത് പിന്നീടാണ്, 3 വർഷം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടായ ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? അതും ഇതുപോലെ. അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ കൂട്ടുകാർ കുപ്രസിദ്ധരായ കുറ്റവാളികളാണല്ലോ കൂട്ടുകാർ. അപ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഒരു റിസർച്ച് അവിടെ നടക്കുകയാണ്. എങ്ങനെയാണ് പിടിക്കപ്പെടാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഈ പിടിക്കപ്പെട്ട കുറ്റവാളികൾ തന്നെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും PhD ക്ലാസ് കണക്കാണ്. അവിടെ കുറ്റകൃത്യങ്ങളിൽ ഒരു ഗവേഷണം നടത്തുന്ന സമയമാണ് ഇതുപോലുള്ള കുറ്റവാളികൾക്ക്. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ 87-ൽ പരോൾ ലഭിച്ച് പുറത്തു വന്നപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു, പണം വേണം. അപ്പോഴത്തേക്കും ഈ സിനിമാ നിർമ്മാതാവ് തന്ന പണം എല്ലാം തീർന്നു. ജയിലിൽ കഴിയണമെന്നുണ്ടെങ്കിൽ പണം വേണം, അവിടെ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. അപ്പം പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗമായിരുന്നു ഒരു ബാങ്ക് റോബറി ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഗ്രൗണ്ട് വർക്കും ജയിലിലിരുന്ന് തന്നെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അതുവരെ ചെയ്യാതിരുന്ന ഒരു കുറ്റകൃത്യം വിദഗ്ധമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജയിലിൽ വെച്ച് പഠിച്ചു. അങ്ങനെ അത് ആവിഷ്കരിക്കാൻ വേണ്ടി പരോളിൽ ഇറങ്ങി വന്നതാണ്. അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ആ ഒരു വഴിത്തിരിവിലേക്ക് ഞാൻ ആക്കപ്പെട്ടത്. എന്തായിരുന്നു വഴിത്തിരിവ്? ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എന്നെ തിരക്കി ഒരു വ്യക്തി വീട്ടിൽ വരുന്നു. അദ്ദേഹത്തെ കാണുവാനായി ഞാൻ വിചാരിച്ചു വല്ലോ അധോലോക കുറ്റവാളികൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ ലീവൈസ് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് താടിയൊക്കെ വളർത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ വിചാരിച്ചതൊരു അധോലോക പാർട്ടി തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ ഗ്രീറ്റ് ചെയ്തത് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാണ് ഗ്രീറ്റ് ചെയ്തത്. സ്വദേശി ഭാഷയായിരുന്നു. അതെ. അപ്പം ഈ പ്രൈസ് ദി ലോർഡ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ ആത്മീയ പാർട്ടികളാണ്, ഞാൻ ഉദ്ദേശിച്ച പാർട്ടികളല്ല. പക്ഷേ ആ പ്രൈസ് ദി ലോർഡ് യഥാർത്ഥത്തിൽ ഒരു മെഗാറ്റൺ ബോംബിൻ്റെ ശക്തിയുള്ള ഒരു ഗ്രീറ്റിംഗ് ആയിരുന്നു. ആ വ്യക്തി ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കർത്താവിൻ്റെ ഒരു ഏജൻ്റായിട്ട് വന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേര് റോയ് വർഗീസ് എന്നാണ്. അദ്ദേഹം എന്നെപ്പോലെ തന്നെ തൻ്റെ ചെറുപ്പകാലം ജീവിച്ച് മാനസാന്തര അനുഭവം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഒരു പാസ്റ്റർ പറഞ്ഞയച്ചതാണ്. അങ്ങനെയാണ്
ഈ വ്യക്തി എൻ്റെ ഭവനത്തിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ദൈവം അയച്ചിട്ട് ഒരാൾ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു നമുക്ക് പിന്നെ ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. എവിടാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു എന്താണേലും ഒരു അപരിചിതൻ്റെ കൂടെ അങ്ങ് പോകാൻ തോന്നിയോ? അത് യഥാർത്ഥത്തിൽ ഒരു ദൈവികമായ നിയോഗമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താണേലും ഒറ്റയ്ക്ക് വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്, ഇദ്ദേഹത്തെ കണ്ടിട്ട് അത്ര മോശമല്ലെന്ന് തോന്നുന്നു, ഇദ്ദേഹത്തിന് കൂട്ടില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം പുറത്തേക്ക് പോയി. അദ്ദേഹം എന്നെ നേരെ കൊണ്ടുപോയത് തിരുവല്ലയിലേക്കാണ്. തിരുവല്ലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതേ സ്ഥലത്ത് തന്നെ തിരുവല്ലയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു സ്വല്പം ആശങ്കയായിരുന്നു. എന്തായിരിക്കും തിരുവല്ലയിൽ സംഭവിക്കാൻ പോകുന്നത്? കാരണം തിരുവല്ലയിലെ തെരുവിൽ കൂടെയൊക്കെ എന്നെയും എൻ്റെ കൂട്ടുകാരെയും പോലീസ് വിലങ്ങണിയിച്ച് കൊണ്ടുപോയ സ്ഥലങ്ങളാണ്. അപ്പോൾ തിരുവല്ലയിലെ ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞാൽ എന്തുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഏത് സ്ഥലത്ത് തിരുവല്ലയിലാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. എവിടെ എൻ്റെ ജീവിതം തകർക്കുവാൻ പിശാച് ശ്രമിച്ചുവോ അതേ സ്ഥാനത്തേക്ക് എന്നെ ദൈവം കൊണ്ടുപോയി. ആ സ്ഥലത്ത് വെച്ച് തന്നെ എൻ്റെ ജീവിതത്തിന് ഒരു പരിവർത്തനം വരുത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന്. തിരുവല്ലയിൽ ഏത് സ്ഥലത്തേക്കാണ്, എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്? എന്നെ കൂട്ടിക്കൊണ്ടുപോയത് പാസ്റ്റർ KC ജോൺ എന്ന പാസ്റ്ററുടെ ഭവനത്തിൽ ചർച്ചിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഞായറാഴ്ച ദിവസം തന്നെയായിരുന്നു. അവിടെ ബാക്കിയുള്ള ആളുകൾ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. പാട്ടും പ്രാർത്ഥനയൊക്കെ താങ്കൾ പണ്ടേ കേട്ടിട്ടുള്ളതാണല്ലോ ചെറുപ്പത്തിൽ? അതെ, എനിക്ക് എല്ലാം നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ എന്ത് തോന്നി? എനിക്ക് എന്നതാ അതിനോടൊരു വിപ്രതിപത്തി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനിവിടെ എന്ത് ചെയ്യാം, എനിക്ക് വേറെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ചിന്തിച്ചു. പക്ഷേ അങ്ങനെ റോയ് വർഗീസ് കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ട് ഞാൻ അവിടെ കയറിയിരുന്നു. അങ്ങനെ ആ സഭാ ഹാളിൽ ഞാൻ പ്രാർത്ഥനാ മധ്യത്തിലായിരിക്കുമ്പോൾ അവിടെ പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളിൽ എത്ര പേർ കരിക്കൻവില്ല കൊലക്കേസിലെ മദ്രാസിലെ മാൻ റെനി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു താങ്കൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം? അദ്ദേഹമാണ് ഈ റോയ് വർഗീസിനെ പറഞ്ഞയച്ചത്. അദ്ദേഹത്തിന് മനസ്സിലായി ഞാനാ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ അവിടെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വന്ന് പുറകിൽ വന്ന് ഇരിക്കുന്നതൊക്കെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അദ്ദേഹം ചോദിച്ചു, മദ്രാസിലെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇവിടെയുണ്ടോ? അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്ത് കുറേ ആളുകൾ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇവിടെയുണ്ടോ? അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവം മദ്രാസിലെ മോനെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. പ്രാർത്ഥന, വേറെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. എങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനം. ഈ മുടിയൻ പുത്രന് സുബോധം ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെയുള്ള. അതെ, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വാക്യം ഈ വാക്യമാണ്: ഒരുവൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ വാക്യം ഒരു ചാട്ടുളി പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു താല്പര്യമില്ല, ചിന്തിക്കുന്നുമില്ല. എന്നാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് പ്രാർത്ഥനയുടെ മധ്യത്തിലാണ്, ആരാധനയുടെ മധ്യത്തിലാണ്. ദൈവവചനം ഇപ്പോൾ എന്നെ സ്പർശിക്കുന്നു. എനിക്കൊരു വ്യത്യാസമുണ്ടാകുന്നു. എനിക്ക് അതുവരെ ഉണ്ടായിട്ടില്ലാത്തതായിട്ടുള്ള ഒരു ഹൃദയത്തിനൊരു തകർച്ച ഉണ്ടാകുകയാണ്. ഞാൻ ആരാണ്? ഇപ്പം എനിക്കൊരു ചിന്തയില്ല അതിനു മുമ്പ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സൈക്കോപാത്തായിരുന്നു. സൈക്കോപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധമില്ലാത്ത, ഗിൽട്ടി കോൺഷ്യൻസ് ഇല്ലാത്തതായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരെയാണ് സൈക്കോപാത്തുകളെന്ന് പറയുന്നത്. ഞാൻ തികച്ചും ഒരു സൈക്കോപാത്ത് തന്നെയായിരുന്നു. എന്നാൽ അങ്ങനെ
ഒരു കഠിന രോഗി, മാനസിക രോഗിയെ പോലുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ഈ വചനം എന്നെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ സൗഖ്യമാക്കി എന്നുള്ളതാണ് ആ സത്യം. ആ വചനത്തിൻ്റെ ക്രക്സ് എന്തായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ വചനം? ക്രിസ്തുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണോ? അല്ല, എൻ്റെ ആത്മാവിൻ്റെ വില. എൻ്റെ ലക്ഷ്യം പണം ഉണ്ടാക്കുക. ഞാൻ ബാങ്ക് റോബ് ചെയ്ത് പണം ഉണ്ടാക്കി ജീവിതം ആസ്വദിക്കുക, അങ്ങനെയൊക്കെയുള്ള വലിയ കണക്കുകൂട്ടലുകളുമായിട്ട് ഇറങ്ങി വന്നവനാ. അപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, റെനി, നീ ബാങ്ക് റോബ് ചെയ്തോ എന്ത് ചെയ്തോ, നീ എത്ര ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കിയാലും നിന്റെ ആത്മാവിൻ്റെ വില ഈ സകലതിനേക്കാളും, ഈ സകല ലോകത്തെക്കാളും വിലയേറിയ നിൻ്റെ ആത്മാവിൻ്റെ വില അതിനേക്കാൾ കൂടുതലാണ്. അത് നിനക്ക് നഷ്ടമായി തീരുമെന്നുള്ള ആ സത്യം, ആ യാഥാർത്ഥ്യം എന്നെ സൗഖ്യമാക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഘട്ടത്തിൽ താങ്കളുടെ ആത്മാവ് പിശാചിൻ്റെ പിടിയിലായിരുന്നു. യെസ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞത്? അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തി, ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി യേശുക്രിസ്തുവിൻ്റെ വകയാക്കി തീർക്കണമെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ തീരുമാനമായിരുന്നു. യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ പരിശുദ്ധ രക്തം താങ്കളെ കഴുകി എന്ന് താങ്കൾ പറഞ്ഞു. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഒരു വ്യക്തി എത്ര കൊടിയ പാപിയായിരുന്നാലും, അവൻ്റെ പാപം കടുംചുവപ്പായിരുന്നാലും, അതും ശുദ്ധീകരിക്കാൻ, ഹിമം പോലെ വെളുപ്പിക്കാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും എന്ന ബോധ്യത്തിലേക്ക് താങ്കൾ വരികയായിരുന്നു? യെസ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എൻ്റെ ആ ഹൃദയത്തിൻ്റെ അവസ്ഥ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവുകയാണ്. അതായത് 180 ഡിഗ്രി ആണോ 360 ഡിഗ്രി ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് മാനസാന്തരമെന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് സംഭവിക്കുന്ന ഒരു വിഷയമല്ല. അതൊരു എൻകൗണ്ടറാണ്. എൻകൗണ്ടർ വിത്ത് ഗോഡ്, എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ, ആരുടെ ജീവിതത്തിലും ആ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ സമയത്ത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാകത്താലുള്ള പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതായിട്ടുള്ള പാപമോചനത്തിന് ഒരു മനുഷ്യനെ അർഹനാക്കി തീർക്കുന്നതായ ഒരു എൻകൗണ്ടറിലായി തീരുമ്പോൾ നാം അതിന് അടിമകളായി തീരുകയാണ്. ഓക്കെ. അപ്പോൾ അതുവരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയോടെയാണ് പരോളിൽ ഇറങ്ങിയതും കാര്യങ്ങൾ നീക്കിയതുമെല്ലാം. അതെ. അന്നത്തെ ആ മീറ്റിങ്ങിൽ വെച്ച് താങ്കളുടെ ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം ഉണ്ടായി. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനസാന്തരം ഒരിക്കലും ഗ്രാജുവൽ അല്ല, സഡനാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ. ഇറ്റ് ഈസ് ഇൻസ്റ്റന്റ്, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറലാണ്. പിശാചിൻ്റെ പിടിയിൽ അമർന്നു കിടക്കുന്ന ഒരുവനെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് മാറ്റുന്ന ഒരു അനുഭവമാണതല്ലേ? തീർച്ചയായിട്ടും. അതായത് അതൊരു ട്രാൻസ്ഫറാണത്. ട്രാൻസ്ഫോർമേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഫ്രം ലൂസിഫർ ടു ക്രൈസ്റ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമുണ്ടായി താങ്കളുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് പരോള് കഴിഞ്ഞ് തിരികെ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. എങ്ങനെയായിരുന്നു അവിടുത്തെ സ്വീകരണം? താങ്കളൊരു ഇങ്ങോട്ട് ഇറങ്ങി വന്ന പോലെ അല്ല അങ്ങോട്ട് ചെന്ന് കയറുന്നത്. അതെ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ബൈബിളും ഒക്കെ കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അല്ലേ? എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ സ്വീകരണം? എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ തിരികെ ജയിലിൽ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പണമൊക്കെ സമാഹരിച്ച് വരുന്നുവെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിന് അനുസരണമായ ഒരു സംഭവം ആ മാസം തന്നെ പുറത്ത് നടക്കുകയും ചെയ്തു. ഞാൻ പരോളിൽ പുറത്ത് നിൽക്കുമ്പോൾ ചെങ്ങന്നൂർ ചെറിയനാട് സഹകരണ ബാങ്ക് കവർച്ച ചെയ്ത് 50 ലക്ഷം രൂപയുടെ ഗോൾഡ് തസ്കരന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. ഈ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ജയിലിലെ കൂട്ടുകാരെല്ലാവരും സന്തോഷിച്ചു. അവർ വിചാരിച്ചത് ഇത് ഞാനാണ് ചെയ്തത്. പണമെല്ലാം സമാഹരിച്ച് ഇനിയും കുറേ വർഷങ്ങൾ പിന്നെയും കഴിയണമല്ലോ, വലിയ നിധിയുമായിട്ട് മടങ്ങി വരുന്ന കൂട്ടുകാരനെ കാത്തിരിക്കുന്നവർ. താങ്കളുടെ കയ്യിൽ മറ്റൊരു നിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ബൈബിളുമായിട്ട് ചെന്നപ്പോൾ അവർക്കത് വിശ്വാസ്യമായില്ല. അവർ വിചാരിച്ചത് ഞാൻ ഈ പണമെല്ലാം അപഹരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി ഒരു അഭിനയം നടത്തുന്നതാണെന്നൊക്കെ അവർ ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം. അവർ എൻ്റെ ഞാൻ അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ,
എൻ്റെ ജീവിതത്തിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പഴയ റെനിയല്ല. എനിക്കിനി പഴയതുപോലൊന്നും ജീവിക്കാൻ കഴിയില്ല. ഞാനൊരു പുതിയ മനുഷ്യനാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ എന്നെ വെറുത്തു, അവരെന്നെ ചീത്തയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം. താങ്കളുടെ അറസ്റ്റിന് കാരണക്കാരനായ സിബി മാത്യൂസ്, അദ്ദേഹവുമായിട്ടൊരു സംഭാഷണ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ റെനിയെക്കുറിച്ച് കൂടെ അന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ തടവറയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ജയിലറോട് ചോദിച്ചാൽ പറഞ്ഞു, അവനിപ്പം പ്രാർത്ഥനാ മനുഷ്യനായിട്ട് നടക്കുക, വേദോത്സവമൊക്കെ ആയിട്ട് നടക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് സിബി പറയുന്നത്. അത് അവൻ്റെ ഒരു പുതിയ തന്ത്രമായിരിക്കും, നല്ല നടപ്പിന് ജാമ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. ഓക്കെ, പിന്നീട് ഇവർ താങ്കളുടെ അടുത്തേക്ക് വന്നോ ക്രമേണ? അങ്ങനെ ചില ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞ് അവർ വിചാരിച്ചത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ അവരുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് ചെല്ലുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവായിരുന്നു. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് യേശുവായിരുന്നു. യേശു എന്നോടൊപ്പം സെൻട്രൽ ജയിലിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആ മാനസാന്തരത്തിൻ്റെ ആ അവസ്ഥ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ യേശു കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ പിൽക്കാലത്ത് 1, 2, 3 ഇങ്ങനെ ആ ജയിലിലെ കുപ്രസിദ്ധരായിട്ടുള്ള മറ്റു ചില കൂട്ടുകാർ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ മാനസാന്തരത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവരത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവർക്കും യഥാർത്ഥത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്രിമിനലായിരുന്നു. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊരു തലവേദനയായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മനസ്സിലായി ഇത് അഭിനയമൊന്നുമല്ല, ഇത് എന്തോ ഇവന് സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് മാനസാന്തരത്തെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ലല്ലോ, എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ 1, 2, 3 ഇങ്ങനെ തടവുകാർ ഒന്നൊന്നായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടമുണ്ടാകുകയും പുറത്തുനിന്നും വരുന്ന സുവിശേഷകരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൂടുതലായിട്ട് വിശ്വാസത്തിൽ വളരുവാനും അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മീക ഒരു ഉണർവ് പോലെ അവിടെ ഉണ്ടായി. ജയിലിലൊരു ആരാധന തുടങ്ങി. ആ ജയിലിൽ ഏകദേശം 10, 60, 70 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് വളരെ ശക്തമായ രീതിയിൽ സന്തോഷത്തിൽ ദൈവത്തെ ആരാധിക്കുകയും പഴയ ജീവിതത്തിൽ നിന്നും സമൂലമായ രൂപാന്തരം വന്നവരായി മാതൃകയുള്ള തടവുകാരായി ആ ജയിലിൽ അവർ ട്രാക്റ്റ് കൊടുക്കുന്നു. 4 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞു ഓരോ ബ്ലോക്കിൻ്റെയും പല മൂലകളിൽ ഇരുന്ന് അവർ 4-5 പേര് ഒരുമിച്ചിരുന്ന് അവർ ബൈബിൾ പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ച. ക്രിസ്തുവിലൂടെ രൂപാന്തരം വന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ എത്ര പേരുടെ ജീവിതത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത്? അതിന്നും സാധ്യമാണ്. അതാണ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗോസ്പൽ. നമ്മൾ അല്പം വേഗത്തിൽ ഞാൻ പോവുകയാണ്. താങ്കൾ ജീവപര്യന്ത തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഘട്ടത്തിൽ പരോളിൽ ഇറങ്ങിയപ്പോഴാണ് താങ്കളുടെ വിവാഹം നടന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് എൻ്റെ മാതാപിതാക്കൾക്ക് പോലും എൻ്റെ മാനസാന്തരം അത്ര പെട്ടെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അത്രമാത്രം ഭീകരനായ ഒരു വ്യക്തിയായിരുന്നല്ലോ. എന്നാൽ കാലാന്തരത്തിൽ അവർക്ക് മനസ്സിലായി ഇവനിലുണ്ടായ മാറ്റം. 1-2 പരോളിൽ വന്നപ്പോൾ ഞാൻ സഹകരിക്കുന്നതെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടൊപ്പമാണ്. എൻ്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം വന്നു. അങ്ങനെ എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾക്കൊരു വിശ്വാസം ഉണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ ഭവനത്തിൽ ഞാൻ പറഞ്ഞ 8 മക്കളാണ്. എൻ്റെ താഴോട്ടുള്ള അനിയന്മാരുടെയൊക്കെ വിവാഹം ഇതിനിടയ്ക്ക് നടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവരിൽ ചിലരുടെ വിവാഹങ്ങൾ നടന്നു. ആ കാലയളവിൽ തന്നെ എനിക്ക് താമസിയാതെ ജയിലിൽ നിന്നും പുറത്തു വരുവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 10-12 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ പിതാവാണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി ഒരു വിവാഹം പ്രപ്പോസ് ചെയ്യുന്നത്. എൻ്റെ പിതാവിന് പരിചയമുണ്ടായിരുന്ന ബഹ്റിനിൽ അന്ന് നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന മംഗലാപുരംകാരത്തി, മലയാളിയല്ല, മാംഗ്ലൂറിയൻ ആയിട്ടുള്ള ഒരു ടീന എന്ന ഒരു പെൺകുട്ടിയെ എൻ്റെ ഫാദറിന് അറിയാമായിരുന്നു. ടീന മാംഗ്ലൂരിലെ ഒരു കാത്തലിക് കുടുംബത്തിൽ നിന്നും ബോണഗേനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലും താങ്കൾ തടവുപുള്ളി ആയിരുന്നുവെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് സഹോദരി അറിഞ്ഞു. അതെ, സഹോദരി. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം ഏത് സമയത്തും
ഒരു പെട്ടെന്നത് എല്ലാവരും അറിയുന്ന ഒരു ഇതായിരുന്നു. മീഡിയ എൻ്റെ പുറകെ എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും പത്രങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ആർക്കും എന്നെ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം ആ കാലയളവിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നെക്കുറിച്ച് പിന്നീട് എൻ്റെ ഭാര്യയായി തീർന്ന ടീന ആരോടോ എന്തോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട, അവനൊരു ഭീകരനായ വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതൊന്നും ഞാനും ടീനയുമായിട്ടുള്ള വിവാഹത്തിന് തടസ്സമായിട്ട് നിന്നില്ല. ടീന യഥാർത്ഥത്തിൽ കർത്താവിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ടീനയ്ക്ക് എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ടീന യെസ് പറഞ്ഞു. ഞാൻ പരോളിൽ പുറത്തു പോയി. ടീന ബഹ്റിനിൽ നിന്നും അവധിക്ക് വന്നു. ഞങ്ങളുടെ വിവാഹം ബാംഗ്ലൂരിൽ വെച്ച് നടത്തി. വളരെ ലളിതമായിട്ടുള്ള മകളെയും നൽകി. അങ്ങനെ ഞങ്ങൾക്കൊരു മകളെയും ദൈവം തന്നു. ഒന്ന് രണ്ട് ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം, പ്ലീസ്. താങ്കളുടെ പൂർവ്വകാല ജീവിതമാണ് നമ്മളൊന്ന് വിലയിരുത്തിക്കൊണ്ടിരുന്നത്, അതിലൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിട്ടോ ഞാനൊരു ഹീറോ ആയിരുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? അത് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ബോക്സ് ഓഫീസ് ഒക്കെ കണ്ടപ്പോൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളേതോ ചരിത്ര പുരുഷന്മാരാണെന്നൊക്കെയുള്ള ഒരു ചിന്ത. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സൈക്കോപാത്ത് ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. എൻ്റെ മാനസിക അവസ്ഥ അതായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കോടതി കേസിന് കൊണ്ടുപോകുന്ന സമയത്ത് ആയിരങ്ങൾ തടിച്ചു കൂടുന്ന സാഹചര്യം, എല്ലാവരും കൈ വീശി കാണിക്കുന്നു, അവരെ തിരിച്ച് നമ്മൾ കൈ വീശി കാണിക്കുന്നു, ഒരു ലജ്ജയുമില്ലാതെ. അതായത് വേദോസത്തിലൊരു മാനമുണ്ട്, അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു. അങ്ങനെ പൈശാചികമായ, അങ്ങനെ ഒരു മാനസികമായ വൈകല്യത്തിൽ കഴിയുന്ന കാലയളവായിരുന്നുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്. പിന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, പിന്നെ ഒരു ഹീറോ അല്ല സീറോ ആയിരുന്നു എന്നുള്ള വസ്തുത. തീർച്ചയായിട്ടും ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഹീനനായ മനുഷ്യൻ ഞാനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ലഭിച്ചത് ദൈവകൃപയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഇടത്തും വലത്തുമുണ്ടായിരുന്ന ആ രണ്ട് ദുഷ്പ്രവർത്തിക്കാരിൽ വലത്തുണ്ടായിരുന്ന ആ ദുഷ്പ്രവർത്തിക്കാരനെ യേശു കർത്താവ് പാപക്ഷമ നൽകി പർദീസയിൽ കൊണ്ടുപോയി യേശു കർത്താവിൻ്റെ ആ സ്നേഹം ഈ ലോകത്തിലെ സകല പാപികൾക്കും വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയ യേശു കർത്താവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ ആ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി, ഇതെല്ലാം എനിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും ഞാൻ പൂർണ്ണമായും അതിൽ ലയിക്കുവാനും ഇടയായി തീർന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് സമൂലമായ ഒരു രൂപാന്തരമുണ്ടാകും. അന്നത്തെ അവസ്ഥയിൽ നിന്നും സമൂലമായ മാറ്റം വന്ന് ദൈവത്തിൽ നിന്നും സമൃദ്ധമായ കൃപ പ്രാപിച്ച താങ്കൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചുരുക്കിയെന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെപ്പോലെ പിശാചിൻ്റെ ഭാഗത്തായി തീർന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജയിലുകളിലൊക്കെ ആയ ജീവിതങ്ങൾക്ക് അവർക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനും അവരെ മുന്നോട്ട് നയിക്കാനും ഒന്നും സമൂഹത്തിൽ യാതൊരു പ്രവർത്തനങ്ങളുമൊന്നുമില്ല. അന്ന് പ്രസൻറ്റ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നെ കൂടുതലായിട്ട് ആ സമയത്ത് ആകർഷിച്ചത്. പ്രസൻറ്റ് ഫെലോഷിപ്പ്, പ്രസൻറ്റ് മിനിസ്ട്രി, ഇങ്ങനെ തടവുകാർക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒരു സുവിശേഷ പ്രവർത്തകനായി ഇങ്ങനെയുള്ള തടവുകൊള്ളുകൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടിയൊക്കെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുമായി അവരെ സേവിക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യണമെന്ന് എനിക്ക് വളരെ ശക്തമായ ഒരാഗ്രഹമുണ്ടായി. എൻ്റെ ഭാര്യയ്ക്കും അതേ ചിന്ത. അതുകൊണ്ട് ഭാര്യ ചിന്തിച്ചത് ഞാൻ വിവാഹം കഴിച്ചത് ഒരു എക്സ് ക്രിമിനലിനെയാണ്. അപ്പോൾ തീർച്ചയായും എന്നെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശവും എൻ്റെ ശിഷ്ടായുസ് ഇങ്ങനെയുള്ള സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കണം. അങ്ങനെ ടീനയുടെ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ബാംഗ്ലൂരിൽ വന്ന് കർണാടക ബാംഗ്ലൂരിലെ സെൻട്രൽ ജയിലിൽ പെർമിഷൻ വാങ്ങിച്ച് അവിടെ പോയി മിനിസ്ട്രി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജയിൽ റിലീസായി ബാംഗ്ലൂരിൽ ചെന്ന് ഞാനും ടീനയും കൂടെ പിന്നെ ഞങ്ങൾ ആ ഒരു കൂടുതൽ മുന്നോട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോയി. ചിൽഡ്രൻസ് ഹോം, തടവുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കുടുംബവും മക്കളുമാണ്. അപ്പോൾ തടവുകാരുടെ ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് 15 കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രഷ്യസ് ചിൽഡ്രൻ ഹോം ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തത്. അത് പിൽക്കാലത്ത് ഏകദേശം 130-150 കുഞ്ഞുങ്ങളോളം എല്ലാ വർഷത്തിലും
വന്ന് താമസിച്ച് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അവരുടെ വിദ്യാഭ്യാസം നടത്തി പിന്നീട് ഹയർ സ്റ്റഡീസിന് പോകേണ്ടവരെ സഹായിക്കുന്ന പദ്ധതികളെല്ലാം ചെയ്യുവാനും പിന്നീട് ജയിലിൽ നിന്നും മാനസാന്തരമുണ്ടായി പുറത്തു വരുന്ന തടവുകാരെ പുനരധിവസിപ്പിക്കുവാനുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങുവാനും എല്ലാം ദൈവം ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് സഹായിച്ചു. ഇന്നത്തെ യുവതലമുറയോട്, പ്രത്യേകിച്ച് ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുമായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും സന്ദേശം പങ്കുവെക്കാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ന് കണ്ടുവരുന്നതായിട്ടുള്ള ശ്രമങ്ങൾ അതെല്ലാം ഭാഗികമായ ഒരു സഹായം മാത്രമേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നൽകുവാൻ കഴിയുന്നുള്ളൂ. റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾക്കും അതുപോലുള്ള സന്നദ്ധ സംഘടനകൾക്കുമൊക്കെ മനുഷ്യരെ സഹായിക്കാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ അത് സഫലമാകണമെങ്കിൽ എൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് ഒരു വഴി മാത്രമേ ഉള്ളൂ. ആത്മീകമായിട്ടുള്ള ശ്രമങ്ങൾക്ക് മാത്രമേ ഒരു മനുഷ്യനിൽ ശരിയായ മാനസാന്തരവും രൂപാന്തരവും വരുത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏത് മനുഷ്യനും അവൻ്റെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ യേശുവിനെ സമീപിച്ചാൽ, യേശുവാണ് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യൻ. യേശുക്രിസ്തുവിനാണ് ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിവുള്ള വൈദ്യൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിനെ സമീപിച്ചാൽ, യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഏത് മനുഷ്യൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമെന്നാണ് ഞാൻ അവരോട് പറയുന്നത്. അതാണ് എൻ്റെ രീതിയും അതാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ രത്ന ചുരുക്കവും അതുതന്നെയാണ്. ഒരു മുൻകാല കുറ്റവാളിയായിരുന്ന ശ്രീ റെനി ജോർജിനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമല്ല ഇവിടെ നടന്നത്. പ്രത്യുത നമ്മെപ്പോലെ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ അതൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. ഒരു ഭക്തിയുള്ള കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്ന കാരണത്താൽ ഒരു വ്യക്തിയും ഭക്തി ഉള്ള ഒരു വ്യക്തിയായി തീരുന്നില്ല. ഒരു മനുഷ്യനും ക്രിസ്തു വിശ്വാസിയുടെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിയായി തീരുന്നില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ നാം കൊടും കുറ്റവാളികളായി തീരുവാനുള്ള സാധ്യതയുമുണ്ട്. മനുഷ്യനായി ജനിക്കുന്ന എല്ലാ വ്യക്തികളും തെറ്റുകാരായിട്ടാണ് ജനിക്കുന്നത്, പാപികളാണ് ജനിക്കുന്നത്. പിറന്നു വീഴുന്ന കുഞ്ഞുപോലും പാപിയാണ്. അത് ജന്മപാപം. അതോടൊപ്പം തന്നെ ദിനംതോറും ചെയ്തു കൂട്ടുന്ന കർമ്മപാപങ്ങൾ എത്ര പാപങ്ങളാണ്. അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇവിടെയാണ് സർ ഐസക് ന്യൂട്ടൻ്റെ 3rd law of motion പ്രസക്തമായി തീരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീത ദിശയിലുമുള്ള ഒരു പ്രതിപ്രവർത്തനമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തിന് പ്രതിപ്രവർത്തനമില്ലേ? പാപത്തിൻ്റെ പ്രതിപ്രവർത്തനം, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ വേതനം, പാപത്തിൻ്റെ ശമ്പളം അത് മരണമാണ്, നിത്യ മരണമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ആ ശിക്ഷയിൽ നിന്നും മോചനം നേടാൻ എല്ലാ കാലത്തും മനുഷ്യൻ വളരെയധികം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പുണ്യപ്രവൃത്തികൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത്, ദാനകർമ്മങ്ങൾ ചെയ്ത്, ബലിയർപ്പണങ്ങൾ നടത്തി. അങ്ങനെയുള്ള മാനുഷിക പരിശ്രമങ്ങളൊക്കെ പരാജയത്തിൻ്റെ പര്യായമായി പരിണമിച്ചപ്പോഴാണ് ദൈവം തന്നെ ഒരു മാർഗം ഒരുക്കിയത്. പ്രിയ സുഹൃത്ത് റെനി ജോർജിനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്ത, കുരിശിൽ തയ്യാറാക്കപ്പെട്ട രക്ഷാ മാർഗമാണത്. 2000 സംവത്സരങ്ങൾക്ക് മുമ്പ് നാം കേട്ടതുപോലെ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി അവതരിച്ചു. 33 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റുവാങ്ങാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ക്രിസ്തു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു. അത് നാം അംഗീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നമുക്കിവിടെ നിന്നും ഒരു ദൈവപൈതലായി മടങ്ങിപ്പോകാൻ കഴിയും. പ്രിയ സുഹൃത്ത് റെനിയെ പോലെ ഒരു പുതിയ മനുഷ്യനായി തീരാൻ കഴിയും. നാം ചെയ്യേണ്ടത് കേവലം 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പാപിയാണ് കർത്താവേ, പാപത്തിന് ശമ്പളമായ മരണത്തിന് ഞാൻ അധീനനാണ്, വിധേയനാണ്, പാപത്തിന് ശമ്പളമായ നിത്യമരണത്തിന് വിധേയനാണെന്നുള്ള കാര്യം സമ്മതിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് അംഗീകരിക്കുക.
മൂന്നാമത്തെ കാര്യം, ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ദൈവം ഒരുക്കിയ മാർഗം, ആ രക്ഷാമാർഗം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇങ്ങനെ നാം ചെയ്തില്ലെങ്കിൽ നമുക്ക് മുൻപിൽ അവശേഷിക്കുന്നത് നിത്യനരകമാണ് എന്ന് നാം മനസ്സിലാക്കുക. സമീപകാലത്ത് ഒരു ട്രാക്റ്റ് കാണുവാൻ എനിക്കിടയായി. ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ട്രാക്റ്റിൻ്റെ മുൻ പേജിൽ കണ്ട വാചകം ഇങ്ങനെയായിരുന്നു: നരകത്തിൽ പോകാൻ എന്ത് ചെയ്യണം? വളരെ കൗതുകം തോന്നി. നരകത്തിൽ പോകാൻ എന്ത് ചെയ്യണം? അങ്ങനെ ആരും ചോദിക്കുന്നത് കേട്ടിട്ടില്ല. ആ കൗതുകപൂർവ്വം ഞാൻ ആ കടലാസ് മറച്ചു നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, ഒന്നും എഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ? നിങ്ങളിപ്പോൾ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതി, അതുപോലെ ജീവിതം തുറന്നു പൊക്കോട്ടെ, നിത്യമായും നരകത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതാന്ത്യം. എന്നാൽ അതിൻ്റെ അവസാനത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്: യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുത്താൽ നിങ്ങൾക്കൊരു ദൈവ പൈതലായി തീരുവാൻ കഴിയും. ഈ ചർച്ചയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുവരെ തങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ക്രിസ്തുവിൽ നിന്നുള്ള സമാധാനവും സന്തോഷവും കൈവരിക്കാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ, ആത്യന്തിക സമാധാനം തങ്ങളുടെ ജീവിതത്തിൽ വരാത്തവരായിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് പറയുക: കർത്താവേ, എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ എന്ന്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ലളിതമായൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. ആത്മാർത്ഥമായി നിങ്ങളത് ഏറ്റു പറയുമെന്നെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. സ്വർഗസ്വനായ പിതാവേ, ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് ഞാൻ വിധേയനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ അങ്ങയുടെ മകനാക്കി, മകളാക്കി തീർക്കണമേ. സന്തോഷത്തിൻ്റെ, നിത്യസ്വർഗത്തിൻ്റെ അവകാശിയാക്കി എന്നെ തീർക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവപൈതലായി തീരാൻ കഴിയും. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഈ മീറ്റിങ്ങിന് ശേഷം സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രിയ റെനി ജോർജിൻ്റെ ജീവിത കഥ അടങ്ങുന്ന തിരികെ പിടിക്കാം ജീവിതം എന്ന ഒരു സൗജന്യ ഗ്രന്ഥം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒരു കോപ്പി കരസ്ഥമാക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സന്ധ്യാവന്ദനങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.